അഭിവന്യ മാർ ജോസഫ് പെരുന്തോട്ടം പിതാവിന് സ്വാഗതം. വലിയ നോമ്പിൻ്റെ 50 നോമ്പിൻ്റെ ഏതാണ്ട് അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ അവസരത്തിൽ ക്രൈസ്തവ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ദിവസങ്ങളാണല്ലോ പിതാവ് ഈ നോമ്പ്. എങ്ങനെയാണ് ഈ നോമ്പുകൾ കടന്നു വരുന്നത്? അത് ആദ്യകാലം മുതലേ ഉള്ളതായിരുന്നു? രക്ഷാചരിത്രത്തിലുടനീളം ഈ നോമ്പിനും ഉപവാസത്തിനും പ്രാധാന്യമുണ്ട്. നമ്മൾ പഴയത്തിലും കാണുന്നുണ്ടല്ലോ, നോമ്പാചരണത്തിനെക്കുറിച്ച് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഉപവാസം, നിനിവേക്കാളുടെ ഉപവാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ മോശ സിനായ് മലയിൽ 40 ദിവസം കൂടെ കഴിഞ്ഞതായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ നോമ്പിൻ്റെ പല പ്രതിരൂപങ്ങൾ പഴയത്തിൽ കാണാം. ഏറ്റവും പ്രധാനമായിട്ട് ഈശോ തന്നെ തൻ്റെ പരിജീവിത ആരംഭത്തിൽ പ്രത്യേകമായിട്ട് ഒരുങ്ങാൻ വേണ്ടി മരുഭൂമിയിലേക്കാണ് പോയത്. അവിടെ ഈശോ 40 രാവും പകലും ഉപവസിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. അതൊരു വലിയൊരു നോമ്പാചരണമായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ നോമ്പാചരണം, സഭയുടെ നോമ്പാചരണം, അതിൻ്റെ ഒരു ഉറവിടം എന്ന് പറയുന്നത് ഈശോയുടെ തന്നെ ആ ഒരു മാതൃകയാണ്. ഈശോയുടെ നോമ്പാചരണത്തിൻ്റെ, ഉപവാസത്തിൻ്റെ, പ്രാർത്ഥനയുടെ ഒരു നല്ല മാതൃകയാണ്. മാത്രമല്ല ഈശോ തന്നെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, തിന്മയെ കീഴടക്കാൻ സാധിക്കണമെങ്കിൽ, ദൂരെ അകറ്റണമെങ്കിൽ ഇത് ആവശ്യമാണെന്ന്. ഈശോ പറയുന്നു, ഈ പ്രാർത്ഥനയും ഉപവാസവും വഴിയല്ലാതെ ഈ വർഗത്തെ ദൂരെ അകറ്റാൻ സാധ്യമല്ല. അപ്പം പ്രാർത്ഥനയും ഉപവാസവും നോമ്പുമായിട്ട് ബന്ധപ്പെട്ട ക്രൈസ്തവ ആധ്യാത്മിക ജീവിതത്തിൻ്റെ മുഖമുദ്രകളാണ് പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം, ഇതൊക്കെ. അപ്പോൾ ഈ നോമ്പ് ഉപവാസവും അനിവാര്യമാണ് എന്നുള്ളത് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. അത് അനിവാര്യമാണ്. ഈശോ തന്നെ മാതൃക കാണിച്ചു തരുന്നു. ഈശോ തന്നെ പലപ്പോഴും ഏകാന്തതയിലേക്ക് മാറുന്നുണ്ട്, ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി. അപ്പോൾ ഈ നോമ്പിൻ്റെ ഉപവാസത്തിൻ്റെയൊക്കെ അന്തസത്ത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് അറിയുക, തിരിച്ചറിയുക, എന്നിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കണം. ദൈവഹിതം അറിയണം. ദൈവഹിതം അറിയാനായിട്ട് ഈ ലോകത്തിൻ്റെതായ ബഹളങ്ങളിൽ നിന്ന്, തിരക്കുകളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ദൈവത്തോടൊപ്പമായിരിക്കുക, ആ പ്രാർത്ഥനയിൽ, ആ ധ്യാനത്തിൽ ദൈവഹിതം അറിയാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയുള്ളൊരു സാധാരണ ജീവിതത്തിൽ നിന്ന് ഒന്ന് ഒഴിഞ്ഞു മാറി ദൈവത്തോടൊപ്പമായിരിക്കുന്ന ഒരവസ്ഥ, അതാണ് ഉപവാസത്തിൻ്റെ നോമ്പിൻ്റെ അന്തസത്ത. അതാണ് ദൈവത്തോടു കൂടെ ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പം ദൈവത്തോടു കൂടെ ആയിരിക്കണമെങ്കിൽ, അതിൻ്റെ പൂർണ്ണതയിൽ, അതിൻ്റെ സ്പിരിറ്റിൽ ദൈവത്തോടെ ആയിരിക്കണമെങ്കിൽ നമ്മൾ ഈ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകണം. ഈ ലോകത്തിൻ്റെ വികൃതയ്ക്കുള്ളിൽ നമ്മൾ ആണെങ്കിൽ, അതൊക്കെ ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ ദൈവത്തിന് സ്വരം കേൾക്കാൻ സാധിക്കാതെ വരുന്നു. അതാണ് ഇതിൻ്റെ ഒരു അന്തസത്ത എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഉപവാസം ആദിമസഭയുടെ തന്നെ ഒരു ശൈലിയായിരുന്നു. ആദിമസഭയുടെ തന്നെ ഒരു ജീവിത ശൈലിയായിരുന്നു, ഒരു താപസിക ജീവിതശൈലി. അത് ആദിമസഭയുടേതാണ്, താപസിക ജീവിതശൈലി. ഏറ്റവും വലിയ മാതൃക ഈശോ തന്നെയാണ്. അപ്പോൾ അതിനെ അനുകരിച്ചുകൊണ്ട് സഭയിൽ പല നോമ്പുകളും രൂപപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ സഭയിലും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നോമ്പാചരണങ്ങളുള്ള ഒരു പാരമ്പര്യമാണ് നമ്മുടെ സിറോ സഭയുടേത്. പിതാവ് ബൈബിൾ അധിഷ്ഠിതമായിട്ടാണ് നോമ്പ് അനുഷ്ഠിക്കുന്നതെന്ന് പറഞ്ഞു. പൊതുവെ ഈശോ 40 ദിവസം നോമ്പ് ആചരിച്ചായിട്ടാണ് പറയുന്നത്. ലത്തീൻ സഭയിൽ 40 ദിവസത്തെ നോമ്പാണ് ആചരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. പക്ഷേ സിറോ മലബാർ സഭയിൽ 50 ദിവസത്തെ നോമ്പാണ്. പിതാവ്, ഈ ഒരു വ്യത്യാസം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ആധികാരികമായിട്ട് പറയുകയാണെങ്കിൽ 40 ദിവസത്തെ നോമ്പാചരണമാണ്. നമ്മുടെ പൗലോസ് സുറിയാനി റീത്ത് അനുസരിച്ച് വാസ്തവത്തിൽ 40 ദിവസത്തെ നോമ്പാചരണത്തിന് പ്രത്യേകമായൊരു പ്രസക്തിയുണ്ട്. അതിങ്ങനെയാണ്. എങ്കിലും നമ്മൾ 50 ദിവസം ആചരിക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ക്രമം ഇപ്രകാരമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ നോമ്പ് ആരംഭിക്കുന്നത്, നമുക്കവിടെ നോമ്പാരംഭത്തിൻ്റെ ഞായറാഴ്ചയ്ക്ക് പെത്തൊടുത്താന്ന് പറയാറുണ്ട്. ആ ഞായറാഴ്ച സായനത്തിലാണ് നോമ്പാചരണം ആരംഭിക്കുക, വലിയ നോമ്പ് ആരംഭിക്കുന്നത് അധികമായിട്ട്. കാരണം നമ്മുടെ ആരാധനക്രമത്തിൻ്റെ ക്രമീകരണം അനുസരിച്ച് ഒരു ആരാധനാ ദിവസം ആരംഭിക്കുന്നത് തലേ ദിവസം സായനത്തിലാണ്. സായാഹ്നം മുഴുവൻ സായാഹ്നം വരെ എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ നോമ്പാചരണത്തിൻ്റെ ആരംഭം കുറിക്കുന്നത് ഞായറാഴ്ച സായനത്തിലാണ്. അന്ന് ആരംഭിക്കുന്നു. പിറ്റേ ദിവസം തിങ്കളാഴ്ച ഒരു അനുതാപ ശുശ്രൂഷ നടത്തി അതോട് ചേർന്നാണല്ലോ നോമ്പിൻ്റെ അതുമായി തുടക്കം എന്ന് പറയുന്നത് രാവിലെ മുതലാണ്. അങ്ങനെ നമ്മുടെ പാരമ്പര്യം അനുസരിച്ച്, പ്രത്യേകിച്ച് പാരമ്പര്യമനുസരിച്ച് ഞായറാഴ്ചകൾ ഉപവാസ ദിവസങ്ങളല്ല. ഏത് ഞായറാഴ്ച, നോമ്പുകാലത്തായാലും ഏത് സന്ദർഭത്തിലായാലും ഞായറാഴ്ച ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ ദിവസമാണ്. ഉയർപ്പ് ദിവസങ്ങളാണ് ഞായറാഴ്ചകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് അതിൻ്റെതായ ഒരു രീതിയാണുള്ളത്. നോമ്പിൻ്റെ ഒരു ചൈതന്യം എന്ന് പറയുന്നത് ഈശോയുടെ പീഡാസനവും മരണവുമാണ്. അവിടെ നമുക്ക് പ്രാധാന്യം കൊടുക്കുന്നത് ഈശോയുടെ പീഡാസനത്തെയും മരണത്തെയും അനുസ്മരിച്ചുകൊണ്ടാണ് നോമ്പ് ആചരണം എന്ന് പറയുന്നത്. അതേസമയം ഞായറാഴ്ച ഉത്ഥാനത്തിൻ്റെ പ്രതീകമാണ്.
അതുകൊണ്ട് ഈ നോമ്പ് കാലത്താണെങ്കിൽ തന്നെയും ഈ ഞായറാഴ്ചകൾ യഥാർത്ഥത്തിൽ ഉപവാസ ദിവസങ്ങളല്ല നോമ്പിൻ്റെ ഇതനുസരിച്ച്. അങ്ങനെ കണക്കാക്കുമ്പോൾ പിന്നെ നോമ്പ് ആരംഭിക്കുന്നത് മുതൽ ഉയർപ്പ് ദിവസം വരെ 50 ദിവസമാണ് ഉള്ളത്. 50 ദിവസത്തിൽ ഈ ഞായറാഴ്ച ഒഴിച്ചാൽ എത്ര ദിവസം വരുന്നുണ്ട്? ഞായറാഴ്ച ഒഴിച്ചാൽ ഇപ്പോൾ 7 ആഴ്ചയാണ് വരുന്നത്. 7-49 7 ആഴ്ചയാണ് വരുന്നത്. പിന്നെ 49 പിന്നെ 50 ദിവസം ഉയർപ്പിൻ്റെ ദിവസം. അപ്പോൾ ഈ 7 ആഴ്ചയിലെ പിന്നെ ഞായറാഴ്ച ഒഴിച്ചാൽ 6-7-42 ദിവസമായിട്ടാണ് വരുന്നത്. പക്ഷെ ഇവിടെ ഈ ആദ്യത്തെ 6 ആഴ്ച എടുക്കുക. 6 ആഴ്ചത്തെ 6 ഞായറാഴ്ചകൾ മാറുന്നു. ബാക്കി 6-36 ദിവസമാണുള്ളത്. ആ കൂടെ 7ാമത്തെ ആഴ്ച, അതായത് ലാസ്റ്റ് വീക്ക്, നമ്മൾ പാഷൻ വീക്ക്, പീഡാനുഭവ ആഴ്ച എന്ന് പറയുമ്പോൾ ആ ആഴ്ചയിലെ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം 4 ദിവസം. ആ 4 ദിവസം കൂടെ ചേർത്ത് 36-4-40, അങ്ങനെ 40 ദിവസത്തെ നോമ്പാണുള്ളത് യഥാർത്ഥത്തിൽ, സ്ട്രിക്റ്റായിട്ട് പറയുകയാണെങ്കിൽ. അതിനുശേഷമുള്ള ഈ 3 ദിവസം ഉണ്ടല്ലോ, അത് ഒരു പ്രത്യേക ആചരണമാണ്. അതേപ്പറ്റി പിന്നീട് സംസാരിക്കാം. അപ്പോൾ 40 ദിവസം പറയുമ്പോൾ പെസഹാഴ്ച വരെയുള്ള ആ ദിവസങ്ങളാണ്. ആദ്യത്തെ 6 ആഴ്ചയിലെ 6-36, ഞായറാഴ്ച ഒഴിച്ച് 36 ദിവസം. 7ാം ആഴ്ചയിലെ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, അങ്ങനെ 40 ദിവസമാണ്. പക്ഷേ പാരമ്പര്യമായിട്ട് നമ്മുടെ 19 നസ്രാണികൾ നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ഭാരതത്തിലെ ഈ 40 എന്നുള്ളത് അങ്ങനെ പരിമിതപ്പെടുത്താതെ 50 ദിവസമായിട്ട് തന്നെ അങ്ങനെ ആചരിച്ചു പോകുന്നു. ഞായറാഴ്ച ഉൾപ്പെടെ നോമ്പാചരണമായിട്ട് നടന്നു പോകും. ഇവിടെ ഉണ്ടായ ഒരു പാരമ്പര്യം. അതുകൊണ്ട് നമ്മൾ 50 നോമ്പ് എന്ന് പറയുന്നത്. വലിയ നോമ്പ് എന്ന് പറയുമ്പോൾ 50 നോമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട നോമ്പാചരണമാണിത്. അങ്ങനെ 50 ദിവസം നമ്മൾ ഞായറാഴ്ച ഉൾപ്പെടെ നോമ്പായിട്ട് തന്നെ ആചരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ 50 ദിവസം വരുന്നത്. അതേസമയം അവസാനത്തെ 3 ദിവസം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അത് വേറെ പ്രത്യേകമായ 3 ദിവസങ്ങളാണ്. ഈ 40-ൽ നിന്നും വ്യത്യസ്തമായിട്ട് പ്രത്യേകമായ ദിവസങ്ങൾ. പക്ഷെ അതിൽ ഉൾപ്പെടെ 50 ദിവസം വരുന്നു. പക്ഷേ ആ 3 ദിവസത്തേത് പ്രത്യേകമായ ദിവസങ്ങളാണ്. പിതാവ് തന്നെ സൂചിപ്പിച്ചതുപോലെ സിറോ മലബാർ സഭ പ്രത്യേകമായിട്ട് നോമ്പിന് വലിയൊരു പ്രാധാന്യം അവരുടെ ജീവിതത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം 50 നോമ്പ് മുതൽ 25, 8, 3 ഒക്കെ ഇങ്ങനെ വിവിധ നോയമ്പുകൾ ജീവിതത്തിൻ്റെ ശൈലിയുടെ ഭാഗമായിട്ടുണ്ട്. അപ്പം പിതാവ് ഏതൊക്കെ നോമ്പുകളാണ് പ്രത്യേകമായിട്ട് നമ്മൾ സഭ ആചരിച്ചിരുന്നത്? നമ്മുടെ നസ്രാണി പാരമ്പര്യം അനുസരിച്ച് ഏതൊക്കെ നോമ്പുകളാണ് നമ്മൾ പ്രത്യേകമായി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കേണ്ടതെന്നൊന്ന് പറയാമോ? നമുക്ക് നോമ്പാചരണത്തിൻ്റെ കാര്യത്തിൽ വാസ്തവത്തിൽ മുൻപന്തിയിൽ നിന്നിരുന്ന ഒരു സഭയാണ് നാത്തോമാ നസ്രാണികളുടേത്. നമ്മുടെ റീത്ത്, അതിൻ്റെ പൗരസ്ത്യ സുറിയാൻ റീത്താണല്ലോ. അതിൽ തന്നെ നസ്രാണികൾക്ക് അവരുടേതായ ചില നോമ്പുകളും ഉണ്ടായിരുന്നു. അത് പല നോമ്പാചരണയുടെ ഉണ്ടായിരുന്നു. ഇതേപ്പറ്റി മിഷണറിമാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റിപ്പോർട്ടുകൾ, അവരുടെ കത്തുകളിൽ നിന്നും റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ കാണാൻ സാധിക്കും. പല നോമ്പുകളിലൂടെ ആചരിക്കുന്നുണ്ടായിരുന്നു. എണ്ണം നോക്കുകയാണെങ്കിൽ നമ്മുടെ സഭയിലെ ഏതാണ്ട് 13ഓളം നോമ്പുകൾ ആചരിക്കുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വലിയ നോമ്പ് എന്ന് പറയുന്ന ഈ നോമ്പാണ്. 9 നോമ്പ് എന്ന് പറയുന്ന ഈ നോമ്പാണ്. പിന്നെ നമുക്കറിയാം 25 നോയമ്പ്, അതായത് ക്രിസ്മസിന് പിറവിത്തിരുന്നാളിന് മുമ്പായിട്ടുള്ള 25 ദിവസം. പിന്നെ അത് കഴിഞ്ഞ് ഒരു സ്ലീഹ നോമ്പുണ്ട്. സ്ലീഹ നോമ്പ് പറയുന്നത് സ്ലീഹക്കാലം ഉണ്ടല്ലോ, ആ സ്ലീഹക്കാലത്ത് നിർത്തുന്ന നോമ്പാണ്. അത് 50 ദിവസമാണ്. അപ്പോൾ 50 ദിവസത്തെ സ്ലീഹ നോയമ്പ്. പിന്നെ മാതാവിന് സ്വർഗാരോഹണത്തിന് മുമ്പായിട്ട് ഒരു 15 നോയമ്പ് അതുണ്ട്. അതൊക്കെ നമ്മൾ ആചരിക്കുന്നതാണല്ലോ. പിന്നെ 8 നോയമ്പുണ്ട്, മാതാവിൻ്റെ ജനനത്തിരുന്നാളിന് ഒരുക്കമായിട്ടുള്ള 8 നോയമ്പ്. പിന്നെ 3 നോമ്പ്. ഇതെല്ലാം നമ്മളിപ്പോൾ ആചരിക്കുന്നതാണ്. ഇതിനൊക്കെ പ്രാധാന്യമുണ്ട് നമ്മൾ കൂടുതലായിട്ട്. അപ്പം ഈ വലിയ നോയമ്പും 25 നോയമ്പും 15 നോമ്പും 8 നോമ്പും 3 നോയമ്പും ഇതൊക്കെ ഇപ്പോൾ നിലനിൽക്കുന്ന നോമ്പുകളാണ്. ഇത് കൂടാതെ നമ്മുടെ അടുത്ത കാലം വരെയും നമ്മുടെ ഇപ്പോഴും പറ്റും ആചരിക്കുന്നുണ്ട് ഈ ബുധനാഴ്ച നോയമ്പ്, വെള്ളിയാഴ്ച നോയമ്പ് എന്ന് പറഞ്ഞാൽ ആണ്ടുവട്ടത്തിലെ എല്ലാ ബുധനാഴ്ചകളും എല്ലാ വെള്ളിയാഴ്ചകളിലും നോമ്പാചരണമായിരുന്നു. എന്നുവെച്ചാൽ ആ ദിവസങ്ങളിലും മാംസവും പിന്നെ മത്സ്യമൊന്നും ഉപയോഗിക്കുകയില്ല. അതാണ് നോമ്പ്, അബ്സ്റ്റിനൻസ്. അപ്പോൾ അങ്ങനെ ആ തരത്തിൽ നോമ്പുകളുണ്ട്. പിന്നെ വേറൊരു നോമ്പാചരണം ഇവിടെ ഉണ്ടായിരുന്നു. പിറവിത്തിനാളിനെ തുടർന്ന് വരുന്ന 12 വെള്ളിയാഴ്ചകൾ, പിറവിത്തിനാൾ കഴിഞ്ഞ് വരുന്ന 12 വെള്ളിയാഴ്ചകൾ 12 ശ്രീയന്മാരെ അനുസ്മരിച്ചുകൊണ്ടുള്ളൊരു നോമ്പാണുള്ളത്. അങ്ങനെ ഒരു ശ്രീയന്മാരുടെ നോമ്പ് എന്ന് പറയുന്ന വേറൊരു നോമ്പുണ്ട്. 12 വെള്ളിയാഴ്ചകളിലെ ശ്രീയന്മാരുടെ നോമ്പ് ഉണ്ട്, വെള്ളിയാഴ്ച നോമ്പ്. പിന്നെ ഒരു ഏലിയ നോമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഏലിയ നോമ്പ്, 40 ദിവസമൊക്കെ ഏലിയ നോമ്പ്. പിന്നെ ഓരോ തിരുനാളിൻ്റെയും തലേദിവസം പിന്നെ ഉപവാസ ദിവസമായിട്ട് ആചരിക്കുകയായിരുന്നു. ഓരോ പ്രധാനപ്പെട്ട എല്ലാ തിരുനാളുകളുടെയും തലേദിവസം, അതായത് പിറവി തിരുനാൾ തലേദിവസം, അല്ലെ പിന്നെ തലേദിവസം, അങ്ങനെ മറ്റു പല തിരുനാളുകളും ഉണ്ടല്ലോ.
തിരുനാളുടെയൊക്കെ തലേദിവസങ്ങൾ നോമ്പായിട്ട് ആചരിച്ചിരുന്നു. രൂപാന്തരീകരണത്തിൻ്റെ ഒരു നോമ്പ്, രൂപാന്തരീകരണത്തിന് മുമ്പായിട്ട് അതിന് മുമ്പായിട്ട് ഒരു നോമ്പാചരണം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇതെല്ലാം കണക്കാക്കി നോക്കുകയാണെങ്കിൽ മൊത്തം 290 ദിവസം വരുന്നുണ്ട്. ഇത് ആണ്ടോട്ടത്തിലെ കൂടുതൽ ദിവസങ്ങളും നോമ്പാചരണങ്ങളാണ്. പക്ഷേ ഇത് ചില നോമ്പുകൾ ഒരേ സമയത്ത് വരുന്നുണ്ട്, പല നോമ്പുകൾ. ആണ്ടോട്ടത്തിലെ എല്ലാ വെള്ളിയാഴ്ചകളും ബുധനാഴ്ച നോമ്പാന്ന് പറഞ്ഞല്ലോ. ആ സമാന സമയത്ത് തന്നെ മറ്റു പല നോമ്പുകൾ ആദ്യം വരുന്നത്. ഇപ്പം 29 അങ്ങനെയൊക്കെ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഒരേ സമയത്ത് പല നോമ്പുകൾ ആചരണം വരുന്നു. അങ്ങനെയുള്ളതൊക്കെ കണക്കാക്കി അത് കുറച്ചാൽ 225 ദിവസം വരുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്നും ഇതുമായിട്ട് ആചരിച്ചതായിട്ട് പറയാൻ സാധിക്കില്ല. പക്ഷേ എങ്കിലും ഒരു നോമ്പിൻ്റെ ഒരു ചൈതന്യം ഇവിടെ നിലനിന്നിരുന്നു, നോമ്പിൻ്റെ ഉപവാസത്തിൻ്റെയും എന്ന് പറഞ്ഞാൽ ഒരു താപസ ചൈതന്യം. ഈ താപസികതയുടെ പ്രധാനപ്പെട്ട ഒരു പ്രകാശനമാണ് നോമ്പാചരണം എന്ന് പറയുന്നത്. നോമ്പാചരണം ഉപവാസം എന്നൊക്കെ പറയുന്നത് താപസികതയുടെ, നമ്മളൊരു അസറ്റിക്കൽ സ്പിരിച്വാലിറ്റി, താപസിക ആധ്യാത്മികത എന്ന് പറയുന്നത് അത് ആദിമ സഭയുടെ താപസിക ജീവിതത്തിൻ്റെ ഒരു തുടർച്ച തന്നെയാണ്. ആ ഒരു ചൈതന്യമാണ് വാസ്തവത്തിൽ ഇന്ത്യൻ സംസ്കാരത്തിനും ചേർന്നതാണ്. തപസ് ചെയ്യുന്ന ഒരു സംസ്കാരമുള്ള മുനിമാരൊക്കെ മഹർഷിമാരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളൊരു താപസിക ചൈതന്യം ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മുടെ പൗരസ്ത്യ സംസ്കാരം അനുസരിച്ച്, ബിബ്ലിക്കൽ സംസ്കാരം അനുസരിച്ചും ഭാരത സംസ്കാരം അനുസരിച്ചുമൊക്കെ ഒരു താപസികതയുണ്ട്. ആ ഒരു താപസികത ഏറെ സ്വാംശീകരിച്ച് ജീവിച്ച ഒരു ക്രൈസ്തവ സമൂഹമാണ് ഈ മാർത്തോമ നസ്രാണികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മിഷണന്മാർ നമ്മുടെ ഈ ഇവിടുത്തെ മാർത്തോമ നസ്രാണികളെ ഉപവാസത്തിൻ്റെ സ്നേഹിതർ എന്നാണ് വിളിച്ചിരുന്നത്. ഫ്രണ്ട്സ് ഓഫ് ഫാസ്റ്റ് എന്ന് വിളിച്ചിരുന്നു. ഇവർ ഫ്രണ്ട്സ് ഓഫ് ഫാസ്റ്റ്. ഇതിപ്പം നിയമത്തിൻ്റെ പേരിൽ ചെയ്യുന്നതല്ല, ഇവരുടെ ജീവിതത്തിൻ്റെ ശൈലിയായിട്ട് മാറിയിരിക്കുന്നു. അതാണ് ഉപവാസത്തിൻ്റെ സ്നേഹിതരാണ്. ഫ്രണ്ട്സ് ഓഫ് ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഫാസ്റ്റിംഗ് ഉപവാസത്തിൻ്റെ സ്നേഹിതരാണ്. അത് അവർ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. എന്നിട്ട് ഒരു ചിലർ പറയുന്നുണ്ട്, ഈ മിഷന്മാർ പറയുന്നുണ്ട്, ഇവരുടെ ഈ കാർക്കശ്യത്തോടു കൂടിയുള്ള ഈ നോമ്പാചരണം തീർച്ചയായിട്ടും വളരെ അഭിനന്ദനാർഹമാണ് പക്ഷേ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് പലതും നിലനിർത്തണമെന്ന് അവർ ആഗ്രഹിച്ചു. എങ്കിലും അവർ പറയുന്നുണ്ട്, പക്ഷെ നമുക്ക് യൂറോപ്യരായ നമുക്ക് ഇതുപോലെ ആചരിക്കാൻ സാധിക്കുകയില്ല എന്നവർ പറയുന്നുണ്ട്. അവർ ആ റിപ്പോർട്ടിനകത്ത് സുപ്പീരിയേഴ്സിനുള്ള റിപ്പോർട്ടിനകത്ത് രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്, ഞങ്ങളെക്കൊണ്ട് ഇത് സാധിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഏതായാലും പിന്നീട് ഈ ഉദയംപുര സൂനോസിന് 1599 ഉദയംപുര സൂനോസിന് ഏതാനും നോമ്പുകൾ അവർ നിർത്തലാക്കി. ഇവിടെ ആചരിച്ചു പോന്നിരുന്ന ഏതാനും നോമ്പുകൾ നിർത്തലാക്കിയിട്ടുണ്ട്. അതുപോലെ ചില ആചാര രീതികളും നിർത്തലാക്കിയിട്ടുണ്ട്. ഇവിടെ ഹൈദരാബാദിൽ ചെയ്യുന്ന പോലെ നമ്മളെ ഈ 8 നോയമ്പിനും 3 നോയമ്പിനും ഒക്കെ ദേവാലയത്തിൽ ചെലവഴിക്കുമായിരുന്നു. പ്രത്യേകിച്ച് സ്ത്രീകളെ കൂടുതലായിട്ട് 8 നോയമ്പിന്. അപ്പോൾ ദേവാലയത്തിൽ രാവിലെ വന്നു കുർബാനയെ സംബന്ധിക്കുന്നു, ഉച്ച കഴിയുന്നതുവരെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക, അങ്ങനെ ഭജന ഇരുന്ന് പ്രാർത്ഥിക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞ് ആരെങ്കിലും ഭക്ഷണം കഞ്ഞിയോ വല്ലതും കൊണ്ടുവന്ന് കൊടുക്കും, അത് കുടിച്ചിട്ട് വീട്ടിലേക്ക് പോകും. ഈ ഒരു രീതി ഉണ്ടായിരുന്നത്. അങ്ങനെ പള്ളിയിൽ ഇരുന്ന് ഇങ്ങനെ ഭജന ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ഉദയംപുര ദിവസം വിലക്കി. ഇതെന്തോ അന്ധവിശ്വാസമാണ് അവർ തെറ്റിദ്ധരിച്ചു. അതായത് ഹൈന്ദവർ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ഈ രീതിയിൽ. അപ്പോൾ ഹൈന്ദവരുടെ എന്തോ വിശ്വാസം അനുസരിച്ചാണ് ഇവരും ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ തെറ്റിദ്ധരിച്ച് അത് മിഷന്മാരും ഈ ഉദയംപുര സൂനോസ് വിലക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. ഏതായാലും ഇതാണ് വിവിധ നോമ്പുകളെ സംബന്ധിച്ചുള്ള നമ്മുടെ പാരമ്പര്യം. നസ്രാണികൾ ഈ നോമ്പിനെയും ഉപവാസത്തെയും ഏറെ സ്നേഹിച്ചിരുന്നു, ആചരിച്ചിരുന്നു. അത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം എന്ന നിലയിലാണ് ഈ നോമ്പാചരണത്തെ അവർ കണ്ടിരുന്നത്. അല്ലാതെ അടിച്ചേൽപ്പിക്കപ്പെടുന്ന നിയമത്തിൻ്റെ പേരിൽ നിർബന്ധിച്ച് ആചരിക്കേണ്ടി വരുന്ന ഒരു കാര്യമായിട്ടല്ല, അവർ സന്തോഷത്തോടെ ചെയ്തിരുന്ന ഒരു കാര്യമാണ്. അപ്പം ധാരാളം പ്രാർത്ഥിക്കുക, ഭക്ഷണ സാധനങ്ങൾ വർജിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് നമ്മുടെ വിശ്വാസ ചൈതന്യത്തിൻ്റെ ഒരു പ്രകാശനമാണത്. പിതാവ്, ഈ നോമ്പും ഉപവാസവും ഒരുമിച്ച് തന്നെ പറയുന്ന ഒരു കാര്യമാണല്ലോ. ഈ ഉപവാസത്തിൻ്റെ ഒരു പദോൽപത്തിയെക്കുറിച്ച് നോക്കുമ്പോൾ ഉപവസിക്കുക, കൂടെ വസിക്കുക, ദൈവത്തിൻ്റെ കൂടെ വസിക്കുക എന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ നോമ്പ് എങ്ങനെയാണ് അനുഷ്ഠിച്ചിരുന്നത്? പ്രത്യേകിച്ച് മത്സ്യ മാംസാദികൾ ഉപേക്ഷിക്കുക, ഭക്ഷണത്തിലുള്ളൊരു നിയന്ത്രണം, അതുപോലെ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രാധാന്യം, അതിൻ്റെ ഒരു നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ച് പിതാവ് ഒന്ന് പറയാമോ? നോമ്പ് ഉപവാസവും, അതായത് നോമ്പെന്ന് പറഞ്ഞാൽ ചില ഭക്ഷണപദാർത്ഥങ്ങൾ ഒഴിവാക്കുന്നുണ്ട്. നോമ്പ് ചില ഭക്ഷണപദാർത്ഥങ്ങൾ നോമ്പാണ്, എന്നിട്ട് അത് ഒഴിവാക്കുന്നു. ഉപവാസം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും മറ്റു കാര്യങ്ങളെല്ലാം ഒഴിവായി ഏകതയോടുകൂടി പ്രവർത്തനപൂർവ്വം കർത്താവിന്റെ സന്നിധിയിലായിരിക്കുക. അതേസമയം ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിച്ച് അങ്ങനെ ആയിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ ഈ നോമ്പാചരണത്തിൻ്റെ രീതിയെക്കുറിച്ച്
മിഷണന്മാർ പലരും കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്: അവർ മാംസം ഉപേക്ഷിക്കുന്നു, മത്സ്യം ഉപേക്ഷിക്കുന്നു, മുട്ട ഉപേക്ഷിക്കുന്നു, പാൽ ഉപേക്ഷിക്കുന്നു, പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപേക്ഷിക്കുന്നു, എല്ലാ ലഹരി പദാർത്ഥങ്ങളും ഉപേക്ഷിക്കുന്നു. അതായത് നമ്മുടെ കാരണന്മാർക്ക് 24 മണിക്കൂറും ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് ഈ വെറ്റിലും മുറുക്കെന്ന് പറയുന്നത്. എപ്പോഴും വായിൽ പുകയില അത് ഉപേക്ഷിക്കുന്നു. അത് നോമ്പുകാലത്ത് അത് ഉപേക്ഷിക്കുന്നത് അവർക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ വിവാഹിതരായവരെ അവരുടെ ദാമ്പത്യ ധർമ്മം അതും ഉപേക്ഷിക്കുമായിരുന്നു. ഇതൊക്കെയാണ് ഈ നോമ്പിൻ്റെ ആചരണത്തിൻ്റെ രീതിയെക്കുറിച്ച് അവർ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മുടെ ഇപ്പോഴും നമ്മൾ ആ ഒരു ചൈതന്യം കീപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ നോമ്പ് കാലത്ത് ഇങ്ങനെയുള്ള വസ്തുക്കളെല്ലാം ഉപേക്ഷിക്കുക. അങ്ങനെ അതിൻ്റെ അർത്ഥം നമ്മളതിനെ നിയന്ത്രിക്കുക, നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുക, നമ്മൾ ദുരാശകളെ നിയന്ത്രിക്കുക, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക, നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുക. ഇതെല്ലാമാണല്ലോ അതിൻ്റെ അർത്ഥം. അങ്ങനെ ഒരു ആത്മനിയന്ത്രണം, ഒരു ആത്മസംയമനം, അതാണ് നമ്മൾ ഭക്ഷണത്തെ. മാത്രമല്ല ഈശോ തന്നെ പറയുന്നുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ ഓരോ വചനം കൊണ്ടുകൂടിയാണ് ജീവിക്കുന്നത്. അപ്പോൾ അപ്പം മാറ്റി വെച്ചിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈശോ തന്നെ എങ്ങനെയാണല്ലോ സാത്താനെ പരാജയപ്പെടുത്തത്. കല്ലപ്പമാക്കാൻ പറഞ്ഞപ്പോൾ ഈശോ പറയുന്ന കാര്യം ഇതല്ലേ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വചനം കൊണ്ടുകൂടിയാണ് ജീവിക്കുന്നത്. അപ്പോൾ ആ വചനത്തെ ആശ്രയിച്ച് ജീവിക്കുക, അപ്പമല്ല, ദൈവത്തിൻ്റെ വചനമാണ് പ്രധാനപ്പെട്ടത് എന്നുള്ള ആ ഒരു സന്ദേശം ഒരു നൽകുന്നുണ്ട്. പിന്നെ ഈ രീതിയിൽ പിന്നെ നമ്മുടെ ആചരണ രീതി തികച്ചും ഒരു താമസിക ചൈതന്യം നിറഞ്ഞ ഒന്നായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ കൂടുതൽ സമയം പ്രാർത്ഥിക്കുമായിരുന്നു. ഈ നോമ്പ് ദിവസങ്ങളിലൊക്കെ പള്ളിയിൽ പോകാൻ രാവിലെയും വൈകുന്നേരവും, എല്ലാ ദിവസവും പക്ഷേ കുർബാന ഇല്ലാത്ത അവസരങ്ങളിലും രാവിലെയും വൈകുന്നേരവും യാമപ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വൈദികരും അതാത് സ്ഥലങ്ങളിലുള്ള ശമാശന്മാരും ഒക്കെ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കും. ആ കൂടെ ജനങ്ങളും വിശ്വാസികളും പോകുമായിരുന്നു. അവർ 3 പ്രാവശ്യം നോമ്പ് കാലത്ത് 3 പ്രാവശ്യം പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചതായിട്ട് പറയുന്നുണ്ട്. അത് രാവിലെയും വൈകുന്നേരവും, രാവിലത്തെ സപ്രാപ്രാർത്ഥനയൊക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഒരു ശയനത്തിൽ ഹംസപ്രാർത്ഥന, പിന്നെ പാതിരാത്രിയിൽ. ഇനി ഈ 3 നേരം ആളുകളെ പള്ളിയിൽ പോകുമായിരുന്നു. അതിൽ പ്രത്യേകിച്ച് നിർബന്ധമായിട്ടും രാവിലെയും വൈകുന്നേരവുമുള്ള യാമപ്രാർത്ഥനകളിൽ പങ്കെടുക്കുവാൻ പള്ളിയിൽ പോകുമായിരുന്നു ആളുകൾ, വിശ്വാസികൾ. അത് വൈദികരും മറ്റു സമാജന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാം കൂടി ഒരുമിച്ച്. അപ്പോൾ യാമപ്രാർത്ഥന, ദൈവജനത്തിൻ്റെ പ്രാർത്ഥന അതിലൂടെ അച്ചട്ടായിട്ട് പാലിച്ചിരുന്നു ആളുകളെ, അതാണ് ചൊല്ലിയിരുന്നത്. ആ രീതിയിൽ ഒരു പിന്നെ സഭയുടെ ആരാധനക്രമവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ നോമ്പ് നടക്കുന്നത്. പിതാവ്, നോമ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഭക്ഷണ നിയന്ത്രണത്തെക്കുറിച്ച് പറഞ്ഞത്, ഈ ഒരു നേരം ആചരണം അതെങ്ങനെയാണ് വരുന്നത്? അതായത് ഒരു ദിവസം ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നു. അത് ഒരു നേരം ഭക്ഷണം കഴിച്ചാൽ ഈ ഐറ്റംസ് ഒന്നും ഉപയോഗിക്കില്ല. ഇപ്പം സാധാരണ ചോറ് അല്ലെങ്കിൽ കഞ്ഞി, വെജിറ്റബിൾസ് എന്തെങ്കിലും ആ തരത്തിൽ കഴിക്കുക. അത് സാധാരണയിലും ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നത്, മിഷണന്മാരുടെ റിപ്പോർട്ടിനകത്ത് പറയുന്നത് ഒരു സായാഹ്നത്തിലാണ് ഒരു നേരം ഭക്ഷണം കഴിക്കുന്നത്. അതായത് തലേദിവസം സായാഹ്നം മുതൽ പിറ്റേ ദിവസം സായാഹ്നം വരെയാണല്ലോ ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ നോമ്പാചരണം ആരംഭിക്കുന്നു. അതിനുശേഷം സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടിയാണ് ഭക്ഷണം കഴിക്കുക. അതായത് സായാഹ്ന പ്രാർത്ഥനയും നടന്നിരിക്കും, റംസാ പ്രാർത്ഥന. അത് കഴിഞ്ഞാണ് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുക. അങ്ങനെ ഒരു ദിവസം ഒരു നേരം ഭക്ഷണം കഴിക്കുക എന്നുള്ളതായിരുന്നു പൊതുവെയുള്ള രീതി. അങ്ങനെയായിരുന്നു. അതും വെജിറ്റബിൾസ് മാത്രം കഴിച്ചിരുന്നു എന്നുള്ളതാണ്. നോമ്പ് ദിവസങ്ങളിലെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഒരു നേരമാണ് ഭക്ഷിച്ചിരുന്നത്. അത് എല്ലാ നോമ്പുകളും ഒരുപോലെ ഒരേ കാർക്കശത്തിൽ പൂർണ്ണമായിട്ട് പറയാൻ സാധിക്കില്ല. എങ്കിൽ തന്നെയും നോമ്പ് ആചരിക്കുന്നതൊക്കെ കാർക്കശത്തോടെ ആയിരുന്നു. അങ്ങനെ നോമ്പ് ആചരിക്കുമ്പോൾ അവർ ഒരു ദിവസം ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുക, അതും സായാഹ്നത്തിൽ എന്നുള്ളതാണ്. നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്ന് അതുപോലെ കാർക്കശത്തോടുകൂടെ നോമ്പ് ആചരിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്. അല്ലെങ്കിൽ പലരും ആചരിക്കുന്നില്ല, ബുദ്ധിമുട്ടാണെന്നു ഉള്ള രീതിയിലാണ്. നേരത്തെ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചിരുന്ന ആ സ്ഥാനത്ത് ഇപ്പം ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിക്കാനുള്ള അവസ്ഥയിലേക്ക് പലരും മാറിയിരിക്കുന്നുണ്ട്. ദിവസം ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിക്കുക, ഒരു നേരം ഉപേക്ഷിക്കുന്നതിനെയാണ് ഇന്ന് പലരും ഒരു നേരം എന്ന് പറയുന്നത്. പക്ഷെ നേരത്തെ എങ്ങനെയാണ് നമ്മൾ പാരമ്പര്യം എന്നല്ല, ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. പക്ഷേ നമുക്കറിയാം, ആത്മീയ ജീവിതത്തിലും മതാപസിക ചൈതന്യത്തിലുമൊക്കെ ഒത്തിരി കുറവ് സംഭവിച്ചിട്ടുണ്ട്. നമ്മളെ പൂർവികരുടെ ആ ഒരു ചൈതന്യം ഈ കാര്യത്തിൽ നമുക്കിന്ന് ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ല. എല്ലാവർക്കും അല്ല, പക്ഷേ ചിലർ കർശനമായിട്ട് പാലിക്കുന്നവരുണ്ട് അപൂർവമായിട്ടും. അതാണ്. പിന്നെ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. പണ്ടൊക്കെ ആളുകൾ ആ ദിവസങ്ങൾ വലിയ തിരക്കൊന്നുമില്ല. വെച്ച് നോമ്പുകാലം അവരെ നമ്മളോടൊപ്പം കഴിഞ്ഞ് ഏതാണ്ട് സ്വസ്ഥമായിട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കൂടുതൽ കൃഷിക്കാരാണ്, വീട്ടിൽ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് വലിയ തിരക്കുകളോ ജോലികളോ ഉദ്യോഗസ്ഥരോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് കുറച്ച് അനുകൂലമായ സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ കുറേ സമയം പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ നമ്മുടെ വിശപ്പത്തിന് നമ്മൾ അറിയുന്നില്ലല്ലോ. നമ്മൾ പ്രാർത്ഥനയിൽ ആ ഒരു ലയിച്ചിരിക്കുമ്പോൾ
നമുക്കതൊരു ആരോഗ്യത്തിൻ്റെ ഒരു കാരണമാണ്. നമുക്ക് ഉന്മേഷം ഉണ്ടാവും. ദൈവവുമായുള്ള നമ്മുടെ ബന്ധം നമുക്ക് ഏറ്റവും കൂടുതൽ ഉന്മേഷം നൽകുന്നത്. അതുകൊണ്ട് അതൊക്കെ ആ ഒരു ആധ്യാത്മിക ചൈതന്യത്തിൽ ആയിരിക്കുമ്പോൾ നമുക്ക് വിശപ്പ് അനുഭവപ്പെടുന്നില്ല, നമ്മൾ തളർത്തുന്നില്ല. കാരണം നമുക്ക് വേറൊരു എനർജി കിട്ടുന്നുണ്ട്, ആത്മീയ എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ ആ ഒരു ചൈതന്യം നിലനിർത്തിയിരുന്നു എന്നുള്ളതാണ്. അത് നമ്മുടെ വലിയൊരു സമ്പന്നതയാണ്. നമ്മുടെ ഈ ആധ്യാത്മിക സമ്പന്നത, പൗരസ്ത്യ ആധ്യാത്മികത അല്ലെങ്കിൽ പൗരസ്ത്യ ആധ്യാത്മികത എന്ന് പറയുന്നത് മാധ്യമസഭയുടെ ചൈതന്യം ഉൾക്കൊണ്ട് ഉള്ള ഒരു വലിയൊരു താമസികതയാണ്. നമ്മൾ തോമസ് ലീഹായുടെ തന്നെ മാതൃക അത് തന്നെയാണ്. തോമസ് ലീഹായെയും ഒരു താപസികനായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. താപസികത, ഒത്തിരി പ്രാർത്ഥിക്കുന്നത്. തോമസ് ലീഹായും ഈശോയെ പോലെ മലമുകളിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അവിടെ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു, ഭക്ഷണം കഴിക്കാതെ ആ ഒരു താപസ ചൈതന്യം പുലർത്തുന്നു. ഇതൊക്കെ തോമസ് ലീഹായെ പറ്റും രചിച്ചിരിക്കുന്ന പല പുരാതന കൃതികളിലൊക്കെ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. ആ ഒരു ചൈതന്യം നമ്മുടെ പിതാവിൽ തോമസ് ലീഹായിൽ നിന്ന് കൈമാറി കിട്ടിയ ഒരു സമൂഹമാണ് നമ്മൾ. അത് ലോകമെങ്ങും അറിയപ്പെടുകയും ചെയ്തതെന്നാണ് ഈ മാർത്തോമാ നസ്രാണികളുടെ ഈ ഒരു ആധ്യാത്മിക ചൈതന്യം എന്ന് പറയുന്നത്. നമ്മുടെ നോമ്പാചരണങ്ങളെ തികച്ചും സഭാത്മകവും ആരാധനക്രമപരവുമായിരുന്നു എന്ന് പറഞ്ഞാൽ കേവലം ഒരു സ്വകാര്യ ഭക്താനുഷ്ഠാനം എന്ന നിലയിലല്ല അതിനെ കണ്ടിരുന്നത്. മറിച്ച് ഇപ്പം ദേവാലയത്തിൽ പോയിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു, കുർബാനയെ സംബന്ധിച്ചിരുന്നു, സംസാരിച്ച് കുർബാന സ്വീകരിച്ചിരുന്നു. അങ്ങനെ ഉള്ള കൂദാശ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെയാണ്. അതോടൊപ്പം തന്നെ ആരാധനാക്രമ കാലഘട്ടവുമായി ബന്ധപ്പെട്ടത് 50, 80, 29 ഇതെല്ലാം അങ്ങനെയാണല്ലോ. പിന്നെ ഓരോ തിരുനാളിൻ്റെയും തലേദിവസം ഉപവസിച്ചിരുന്നു. പ്രധാനപ്പെട്ട തിരുനാളുടെയൊക്കെ ഇടവക മധ്യസ്ഥരുടെ തിരുനാളിൻ്റെ തലേദിവസം ഉപവസിച്ചിരുന്നു. ഇതൊക്കെ അർത്ഥമാക്കുന്നത് ഇതെല്ലാം സഭയുടെ ആരാധന ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പോകുന്നത്. അത് വാസ്തവം വളരെ മാതൃകാപരമായ ഒരു ശൈലിയാണിത്. ആ സഭാത്മകത, ആ ആരാധനക്രമാധിഷ്ഠിത ജീവിത ശൈലി, ഇതൊക്കെ വാസ്തവത്തിൽ നമ്മൾ മാർത്തോമാ നസ്രാണികളുടെ പാരമ്പര്യത്തിലെ വളരെ മാതൃകാപരവും വളരെ അർത്ഥസമ്പുഷ്ടവുമായ ആചരണമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. പിതാവെ, അതോടൊപ്പം തന്നെ ഈ നോയമ്പിനോട് ചേർന്ന് പോകുന്നൊരു കാര്യമാണല്ലോ പങ്കുവയ്ക്കുന്ന മനോഭാവം. അത് നമ്മുടെ ആദിമസഭ മുതലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ മാർത്തോമാ നസ്രാണികൾക്കിടയിൽ വളരെ വ്യാപകമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഉപവസിക്കുന്നത്, നോമ്പെടുക്കുന്നത് ഒരു സമ്പാദ്യമായിട്ടല്ല, പങ്കുവയ്ക്കാനുള്ള ഒരു ഓഹരി എന്ന നിലയിൽ കൂടെ ഉണ്ടായിരുന്നല്ലോ. അതിനെക്കുറിച്ചൊന്ന് പിതാവ് പറയാമോ? അതും പിന്നെ വാസ്തവത്തിലെ വിശുദ്ധ ഗ്രന്ഥ അധിഷ്ഠിതമാണ്. ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈശോ ക്രൈസ്തവ ജീവിതത്തിൻ്റെ മുഖമുദ്രകളായിട്ട് പറയുന്ന 3 കാര്യങ്ങളുണ്ട്. തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ ഈശോ പറയുന്ന കാര്യങ്ങളുണ്ട്. പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം. ഈ 3 കാര്യങ്ങളെ പറ്റി ഈശോ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം. അപ്പം പിന്നെ അതായത് നമ്മൾ ദൈവത്തോട് അടുക്കുക എന്ന് പറയുമ്പോൾ ആളുകളിൽ നിന്ന് അകലുക എന്നുള്ളതല്ല. നമ്മളെ ദൈവത്തോട് അടുക്കുമ്പോൾ പിന്നെ ആ ചൈതന്യം, ദൈവമെല്ലാം പങ്കുവയ്ക്കുന്നവനാണ്, എല്ലാം നൽകുന്നവനാണ്. ആ ഒരു ചൈതന്യം നമുക്കും ഉണ്ടാകണം. അപ്പോൾ നമ്മുടെ കൂടെ പാവപ്പെട്ടവരുണ്ടെങ്കിൽ, മറ്റുള്ള സഹായം ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമുക്കുള്ളതിൻ്റെ ഒരു ഓഹരി അവർക്ക് കൊടുക്കുക. അപ്പോഴാണ് ശരിക്കും ആ ഒരു നോമ്പിന് ചൈതന്യം നമുക്കുണ്ടാകുന്നത്. നമ്മുടെ സ്വകാര്യമായ സുഖ സൗകര്യങ്ങളിൽ നിന്ന് അകന്നു മാറുകയും മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുകയും ചെയ്യുക, അപ്പോൾ അവർക്ക് നന്മ ചെയ്യുക. അതുകൊണ്ട് നമ്മൾ നോമ്പാചരണത്തിലൂടെ, ത്യാഗത്തിലൂടെ സമ്പാദിക്കാവുന്ന കാര്യങ്ങളെ നമ്മൾ സ്വകാര്യ നിശ്ചയമായിട്ട് മാറ്റാൻ വേണ്ടിയുള്ളതല്ല, അത് മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. നമ്മളോട് എപ്പോഴും ദരിദ്രരുണ്ടാകും, അതുകൊണ്ട് അവരെയും പരിഗണിക്കണം. അപ്പോഴാണ് ഭാഷ നോമ്പാചരണത്തിന് അർത്ഥമുണ്ടാകുക. അങ്ങനെ ദാനധർമ്മം എന്നുള്ളത് ക്രൈസ്തവ ജീവിതത്തിൻ്റെ മുഖമുദ്രകളിൽ ഒന്നാണ്, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് നോമ്പ് ദിവസങ്ങളിൽ, വലിയ നോമ്പിൽ നമ്മുടെ പൂർവ്വന്മാർ അത് കൃത്യമായി ചെയ്തിരുന്നു. നോമ്പിൻ്റെ ദിവസങ്ങളിലാണ് പണ്ടൊക്കെ ഈ ധർമ്മക്കാർ വീടുകളിൽ വന്നുകൊണ്ടിരുന്നത്. എനിക്കറിയാം, നമ്മുടെ വീടുകളിൽ നമ്മുടെ കർമ്മന്മാരെ പ്രത്യേകം മാറ്റിവെക്കും ധർമ്മക്കാർക്ക് കൊടുക്കാൻ വേണ്ടി ഒരു ഓഹരി. ഇപ്പോൾ അരി ആണെങ്കിൽ അരിയുടെ ഒരു ഓഹരി ഓരോ പ്രാവശ്യവും കഞ്ഞി വയ്ക്കുമ്പോൾ, ചോറ് ഇടുമ്പോഴേക്കും അതിൽ നിന്ന് ഒരു നുള്ളെടുത്ത് മാറ്റിവെക്കും. എന്തിനു വേണ്ടി? അത് പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടിയല്ല, അത് അവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ്, ധർമ്മക്കാർക്ക് കൊടുക്കാൻ വേണ്ടി മാറ്റിവെക്കുകയാണ്. അപ്പോൾ അവർ വരുമ്പോൾ അതിൽ നിന്ന് എടുത്തു കൊടുക്കും. ആ ഒരു ധർമ്മശീലം പിന്നെ പ്രത്യേകമായിട്ട് എനിക്കറിയാം, എൻ്റെ അനുഭവം അത് തന്നെയാണ്. ഈ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നത് അത് മനസ്സില്ലാ ചെയ്യുന്നതല്ല, അത് പുണ്യപ്രവൃത്തി എന്ന നിലയിലാണ്. ചെറുപ്പകാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, എന്നെക്കൊണ്ട് കുടിപ്പിക്കുമായിരുന്നു. അപ്പോൾ കൊടുക്കുമ്പോൾ 2 കൈയിലും കൂടെയാണ് കൊടുക്കുന്നത്, അല്ല ഒറ്റ കയ്യിൽ ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ അരി 2 കൈയിലും കൂടെ എടുത്ത് വളരെ ആദരവോടുകൂടിയാണ് ധർമ്മക്കാർക്ക് കൊടുക്കുന്നത്. ഈശോ പറഞ്ഞ എന്താണ്, ഈ ചെറിയൊരു നിങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. ഇപ്പം ദൈവത്തിന്, കർത്താവിന് ചെയ്യുന്നത് പോലെയുള്ള ഒരു മനോഭാവത്തോടുകൂടി നമ്മൾ ചെയ്യണം, ആദരവോടുകൂടി ചെയ്യണം. അല്ലാതെ ഒരു ദാനം ചെയ്യുന്നു, എന്തെങ്കിലും കൊടുത്തു വിടുന്നു, ശല്യം ഒഴിവാക്കുന്നു എന്ന മനോഭാവത്തിലല്ല. മറിച്ച് ഈശോ, വിശക്കുന്നവനായ ഈശോ, ദരിദ്രനായ ഈശോ, പാപ്പടമില്ലാത്ത ഈശോ, വസ്ത്രമില്ലാത്ത ഈശോ എൻ്റെ അടുത്ത് കൊണ്ടിരിക്കുന്നു, ഞാൻ ഈശോയ്ക്ക് നൽകുന്നു.
എന്ന മനോഭാവത്തോടുകൂടി നമ്മൾ ചെയ്യുമ്പോഴാണ് ശരിക്കും അത് ക്രൈസ്തവ ദാനധർമ്മമായിട്ട് മാറുന്നത്. അങ്ങനെയുള്ള ഒരു ചൈതന്യം നമ്മുടെ പൂർവികരെ പുലർത്തിയിരുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പക്ഷെ അത് ഇന്ന് അന്യാസിനെ പെട്ടുപോയിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ ഉടനെ കുട്ടിഘോഷിക്കുക, പത്രപ്രസാരണം നടത്തുക, പത്രത്തിൽ ഫോട്ടോ വരിക, പീഡിയായെ വിളിച്ച് പിന്നെ പ്രഖ്യാപിക്കുക. അത് വെറും സ്വാർത്ഥപരമായ ഒരു സ്വാർത്ഥ പ്രശംസയാണ്. ആ ഒരു ചൈതന്യമല്ല നമുക്ക് ശരിക്കും ഉണ്ടായിരിക്കേണ്ടത്. നമ്മൾ ഒരു കൈ ചെയ്യുന്ന ഒരു കൈ അറിയരുത് എന്ന രീതിയിൽ ചെയ്യുവാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാകണം. അങ്ങനെയുള്ള ഒരു ദാനധർമ്മശീലം നമ്മളെ പൂർവികർ പുലർത്തിയിരുന്നു. നമുക്ക് അത് കഴിയുന്നിടത്തോളം അത് തിരിച്ചു പിടിക്കാൻ സാധിക്കുമെങ്കിൽ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നോമ്പാചരണത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. വലിയ നോമ്പാചരണത്തിന്റെ ഏതാണ്ട് സായാഹ്നത്തിലാണ് നാം ആയിരിക്കുന്നത്. ഈ നോമ്പിന്റെ ചൈതന്യം, അതിൻ്റെ ആധ്യാത്മികത, ഉപവാസത്തിന്റെ ദൈവശാസ്ത്രം, അതെങ്ങനെ കൃത്യമായി അനുഷ്ഠിക്കണം, പങ്കുവെക്കലിന്റെ മനോഭാവം തുടങ്ങിയ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു നോമ്പിന്റെ സമഗ്രമായ ചിത്രം അഭിമന്യ പിതാവ് നമ്മോട് ഇതുവരെ പങ്കുവയ്ക്കുകയായിരുന്നു. എല്ലാവരുടെയും പേരിൽ ഏറെ ഹൃദയപൂർവ്വം അഭിമന്യമാർ ജോസഫ് പെരുത്തോട്ടം പിതാവിന് നന്ദി അർപ്പിക്കുന്നു.